difference between order and molecularity, Arrhenius equation, integrated rate equation and half-life period, pseudo first order reaction, etc. are the important topic in the chemical kinetics. Plus 2 chemistry topic ile നാലാമത്തെ യൂണിറ്റ് ആണ് കെമിക്കൽ കൈനറ്റിക്സ്. നേരത്തെയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഇവിടെ ഫോക്കസ് ഏരിയയും നോൺ ഫോക്കസ് ഏരിയയിലും ഉൾപ്പെടുന്ന എല്ലാ പാഠഭാഗങ്ങളും ക്വിക്ക് റിവിഷനിലൂടെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി കെമിക്കൽ കൈനറ്റിക്സിന്റെ ഈ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കെമിക്കൽ കൈനറ്റിക്സിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഇതൊക്കെയാണ്. റേറ്റ് എക്സ്പ്രഷൻ ഫോർ ആവറേജ് റേറ്റ് ആൻഡ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്, ആർ ആവറേജ് ആൻഡ് ആർ ഇൻസ്റ്റന്റേനിയസ്, ലോ ഓഫ് മാസ് ആക്ഷൻ, ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി, യൂണിറ്റ് ഓഫ് rate constant, different rate constant in the unit, example for different order reaction, pseudo first order reaction, integrated rate equation for zero order and first order including the half-life period, effect of temperature, that is Arrhenius equation, then transition state theory and also collision theory, effect of catalyst and initial rate method for the determination of order of a reaction. ഇത്രയാണ് ടോപ്പിക്സ്. ഇതിനകത്ത് ഫോക്കസ് ഏരിയയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതൊക്കെയാണ്. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, അതുപോലെ തന്നെ ദി ഹാഫ് ലൈഫ് പീരീഡ് ആൻഡ് ദി ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഓൾസോ ദി ഇഫക്ട് ഓഫ് ടെമ്പറേച്ചർ, അരീനിയസ് ഇക്വേഷൻ എക്സെട്ര ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ഫോക്കസ് ഏരിയ. അപ്പോൾ ഫോക്കസ് ഏരിയയിൽ നോൺ ഫോക്കസ് ഏരിയയിൽ മൊത്തം ടോപ്പിക് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ പറയുന്നത് എന്താണ് ഒരു റിയാക്ഷന്റെ റേറ്റ് എന്നുള്ളതാണ്. റേറ്റ് ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്ടന്റ് ഓർ പ്രൊഡക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം. അത് റിയാക്ടന്റ് ടേമിലാണെങ്കിൽ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ എന്ന് പറയണം, പ്രൊഡക്റ്റിന്റെ ടേമിലാണെങ്കിൽ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ എന്നും അത് വരും. അപ്പൊ റേറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് പെർട്ടിക്കുലർ ടൈം ഇന്റർവെൽ ആണെങ്കിൽ അതിന് നമ്മൾ ആവറേജ് റേറ്റ് എന്ന് പറയുന്നു. അറ്റ് പെർട്ടിക്കുലർ മൊമെന്റ് ഇൻസ്റ്റന്റ് ഓഫ് ടൈം ആണെങ്കിൽ അതിന് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നു. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഒരു ഇക്വേഷൻ, കെമിക്കൽ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിട്ട് ആവറേജ് റേറ്റിന്റെയും അതുപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെയും എക്സ്പ്രഷൻ എന്നതിന്റെ ചോദ്യമാണ് ചിലപ്പോൾ വരിക. നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് 2a + b gives 3c. അപ്പൊ RAVG ആവറേജ് റേറ്റ് എഴുതുമ്പോൾ നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്ന സിമ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ മൈനസ് സൈൻ വേണം റിയാക്ടന്റ് ടേമിൽ എഴുതുമ്പോൾ. സോ -1/2 ഇൻറ്റു ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി, ഓർ ഇൻ ടേംസ് ഓഫ് ബി അവിടെ ഒരു ബി എ ഉള്ളൂ. സോ -ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി. അവിടെ പ്രൊഡക്റ്റിന്റെ ടേമിൽ എഴുതുമ്പോൾ 3 മോൾസ് ഉണ്ട്. സോ പ്ലസ് സൈൻ ആണ് വേണ്ടത്. പ്രൊഡക്റ്റിന്റെ ടേംസിൽ എഴുതുമ്പോൾ 1/3 ഡെൽറ്റ സി ബൈ ഡെൽറ്റ ടി. അതേപോലെ തന്നെ ആർ ഇൻസ്റ്റന്റേനിയസ് എഴുതുമ്പോൾ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഡെൽറ്റ എന്ന് പറയുന്ന സിമ്പലിന് പകരം ഡി, സ്മോൾ ലെറ്റർ ഡി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. സോ -1/2 ഡി എ ബൈ ഡി ടി ഈക്വൽ ടു -ഡി ബി ബൈ ഡി ടി ഈക്വൽ ടു 1/3 ഡെൽറ്റ ഡി സി ബൈ ഡി ടി. അതാണ് ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമ്മൾ പറയുന്നത് ഇത് ലോ ഓഫ് മാസ് ആക്ഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കെമിക്കൽ കൈനറ്റിക്സിന്റെ ലോ ഓഫ് മാസ് ആക്ഷൻ പറയുന്നതാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. അപ്പൊ റേറ്റ് റിയാക്ടൻസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിന്റെ കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റ് എടുക്കണം നമ്മൾ. ഒന്നിൽ കൂടുതൽ റിയാക്ടൻ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ കോഎഫിഷ്യൻസ് ഒക്കെ പവർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും വേണം. അതായത് a + b ഗീവ്സ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന്റെ ലോ ഓഫ് മാസ് ആക്ഷൻ വെച്ചിട്ട് റേറ്റ് ലോ എക്സ്പ്രഷൻ അല്ലെങ്കിൽ റേറ്റ് ലോ ഇക്വേഷൻ ഇതാണ്. R equal to K into A raised to A into B raised to B. A raised to A into B raised to B. K is the rate constant. എന്നാൽ ജനറൽ ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ എല്ലാ മോൾസ് ഇവിടെ എ മോൾസ് എ ഉള്ളത്, ബി മോൾസ് ബി ഉള്ളത്. പക്ഷേ ഓൾ ദ മോൾസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. അത് സിമ്പിൾ റിയാക്ഷൻ ആണോ കോംപ്ലക്സ് റിയാക്ഷൻ ആണോ നോക്കിയിട്ടാണ് പറയുക. സിമ്പിൾ റിയാക്ഷൻ മീൻസ് എ റിയാക്ഷൻ വിച്ച്
takes place only in a single step. One സ്റ്റെപ്പിലാണ് നടക്കുന്നതെങ്കിൽ അവിടെ എല്ലാ മോൾസും അതിനകത്ത് വരും. പക്ഷേ കോംപ്ലക്സ് റിയാക്ഷൻ ആണെങ്കിൽ you take only the slow step in that equation called rate determining step. അത് വെച്ചിട്ടാണ് നമ്മൾ റേറ്റിൽ എഴുതുമ്പോൾ, അങ്ങനെ എഴുതുമ്പോൾ ജനറൽ ആയിട്ട് പറയുന്നു r equal to k into a raised to x into b raised to y. എന്നിട്ട് പറയാം x may or may not be equal to a and y may or may not be equal to b എന്ന് പറയാം. ചിലപ്പോൾ ആ കോഎഫിഷ്യൻസ് തന്നെ വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് വരണമെന്നില്ല. ഇനി ഇതിന്റെ എക്സാക്ട് റേറ്റിലോ എഴുതിയിട്ട് അതിന്റെ സം ഓഫ് ദി പവേഴ്സ്, ദാറ്റ് ഈസ് x plus y ഈസ് ഈക്വൽ ടു n called order of the reaction. So what is order of the reaction? It is the sum of the powers of the concentration terms in the rate law equation. Order is an experimental quantity. Order ni possible ആയിട്ടുള്ള values 0, 1, 2, 3 and fractional. Then order experimental quantity ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ orderന്റെ definition പറഞ്ഞു. Sum of the powers of the concentration terms in the rate law expression. Possible values പറഞ്ഞു 0, 1, 2, 3 and fractional. മറ്റൊരു പോയിന്റ്, in the case of complex reaction order is determined from the slow step called rate determining step. Rate determining step എന്നാണ് അതിന്റെ sum of the powers എടുത്തിട്ടാണ് ഓർഡർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് മോളിക്യുലാരിറ്റി ഓഫ് ദ റിയാക്ഷൻ. മോളിക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്യുലാരിറ്റി ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾ വിച്ച് ടേക്ക് പാർട്ട് ഇൻ ദി സൈമുൾട്ടേനിയസ് ഇഫക്റ്റീവ് കൊളീഷൻ. അപ്പോൾ എത്ര റിയാക്ടന്റ് മോളിക്യൂൾ ആണ് ഇഫക്റ്റീവ് കൊളീഷനിൽ പങ്കെടുക്കുന്നത് ഒരേ സമയത്ത്, അതിനെയാണ് നമ്മൾ മോളിക്യുലാരിറ്റി എന്ന് പറയാ. അതോടൊപ്പം തന്നെ പോസിബിൾ വാല്യൂസ് 1, 2 and 3. പിന്നെ മറ്റൊരു ഡിഫറൻസ്, മോളിക്യുലാരിറ്റി ഇസ് എ തിയററ്റിക്കൽ കൺസെപ്റ്റ്. ഈ 4 പോയിന്റ് ഓർഡറിൽ എഴുതി നേരത്തെ പറഞ്ഞു. 4 പോയിന്റ് ഇവിടെ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾ ടേക്ക് പാർട്ട് ഇൻ ദി സൈമുൾട്ടേനിയസ് ഇഫക്റ്റീവ് കൊളീഷൻ. അതുപോലെ തന്നെ പോസിബിൾ വാല്യൂസ് 1, 2 and 3. Then order molecularity is a theoretical concept. Order experimental quantity ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Then in the case of complex reaction there is no overall molecularity. It can be applied for each elementary step. ഓരോ സ്റ്റെപ്പിനും മോളിക്യുലാരിറ്റി നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി നമ്മൾ പറയുന്നത് വാട്ട് ആർ ദി യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്, അതായത് കെയുടെ യൂണിറ്റ്. ഓരോ ഓർഡർ വരുന്ന ഫസ്റ്റ് ഓർഡർ ആണെങ്കിലും സീറോ ഓർഡർ ആണെങ്കിലും സെക്കൻഡ് ഓർഡർ ജനറൽ ഇക്വേഷൻ ഇതാണ്. മോൾ റേസ് ടു 1 മൈനസ് n ലിറ്റർ റേസ് ടു n മൈനസ് 1 സെക്കൻഡ് ഇൻവേഴ്സ്. അതിൽ നമുക്ക് റേറ്റിന്റെ യൂണിറ്റ് ഞാൻ പറഞ്ഞു, റേറ്റ് ഈക്വൽ ടു മോൾ പെർ ലിറ്റർ സെക്കൻഡ് റേസ് ടു മൈനസ് 1, മോൾ ലിറ്റർ റേസ് ടു മൈനസ് 1 സെക്കൻഡ് റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ബൈ ടൈം ആണ്. കോൺസെൻട്രേഷന്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ ആണ്, ടൈമിന്റെ ഇവിടെ സെക്കൻഡ് ആണ്, ബൈ ലിറ്റർ എന്ന് വരും. സോ മോൾ ലിറ്റർ റേസ് ടു മൈനസ് 1 ബൈ സെക്കൻഡ് എന്ന് വരും. മോൾ ലിറ്റർ റേസ് ടു മൈനസ് 1 സെക്കൻഡ് റേസ് ടു മൈനസ് 1. അതന്നെയാണ് സീറോ ഓർഡറിന്റെ യൂണിറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയ ഷോർട്ട് കട്ട് വെച്ച് ഓർമ്മിക്കാൻ പറ്റും. സീറോ ഓർഡറിന്റെ യൂണിറ്റും റേറ്റിന്റെ യൂണിറ്റ് സെയിം ആണ്. ആർ ഈക്വൽ ടു കെ ആണ്. റേറ്റ് കോൺസ്റ്റന്റിന്റെ സീറോ ഓർഡർ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റും റേറ്റിന്റെ യൂണിറ്റ് സെയിം ആവുമ്പോൾ അത് സീറോ ഓർഡർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡൗട്ട് ഉണ്ടാവില്ല, 1 മൈനസ് n ആണോ n മൈനസ് 1 ആണോ എന്നുള്ള കൺഫ്യൂഷൻ അവിടെ നമുക്ക് ഒഴിവാക്കാം. എന്ന് പറഞ്ഞാൽ സീറോ ഓർഡർ ആകുമ്പോൾ മോൾ റേസ് ടു 1 വരണ്ട്. 1 വരണമെങ്കിൽ 1 മൈനസ് 0 എന്നാണ് വരണ്ടേ. അപ്പം ലിറ്റർ റേസ് ടു മൈനസ് 1 വരണം. അപ്പൊ 0 മൈനസ് 1 n ഈക്വൽ ടു n ഇസ് ദ ഓർഡർ. അപ്പം പിന്നെ ഇത് നമുക്ക് എളുപ്പത്തിൽ ഷോർട്ട് കട്ട് ആയിട്ട് ആലോചിക്കാം. ഫസ്റ്റ് സീറോ ഓർഡറിന്റെ കേസിൽ മോൾ റേസ് ടു 1 ആണ് വരേണ്ടത്. അപ്പൊ n മൈനസ് 1 ആണോ 1 മൈനസ് n ആണോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ദാറ്റ് ഈസ് 1 മൈനസ് n ആണ്, 1 മൈനസ് 0 ആണ്. അപ്പൊ മറ്റേത് n മൈനസ് 1 ആണെന്ന് ആലോചിക്കോ, സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പം സീറോ ഓർഡറിന് മോൾ ലിറ്റർ റേസ് ടു മൈനസ് 1 സെക്കൻഡ് റേസ് ടു മൈനസ് 1. ഫസ്റ്റ് ഓർഡറിന് സെക്കൻഡ് റേസ് ടു മൈനസ് 1. സെക്കൻഡ് ഓർഡറിന് മോൾ റേസ് ടു മൈനസ് 1 ലിറ്റർ സെക്കൻഡ് റേസ് ടു മൈനസ് 1 ഇതിൽ അപ്ലൈ നോക്കിയാൽ മതി. ദെൻ തേർഡ് ഓർഡറിന് മോൾ റേസ് ടു മൈനസ് 2 ലിറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു മൈനസ് 1. അപ്പൊ ഇങ്ങനെ നമുക്ക് ഡിഫറൻറ്റ് 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് വാട്ട് ആർ ദി എക്സാമ്പിൾ ഫോർ ഡിഫറൻറ്റ് ഓർഡർ. ഞാൻ ഓരോ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്ക് നോക്കാം നിങ്ങൾക്ക്. ദാറ്റ് ഈസ് സീറോ ഓർഡറിന് ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോൾഡ്. 2NH3 gives N2 plus 3H2. Then first order 2N2O5 gives 4NO2 plus O2. ഇത് കോംപ്ലക്സ് റിയാക്ഷൻ ആയിരിക്കും നമുക്ക് ഉറപ്പിക്കാം. ബിക്കോസ് ഇവിടെ 2 കാണുന്നുണ്ട്. അപ്പോൾ ആ 2 എന്തായാലും റേറ്റ് ലോയിൽ വരില്ല. N2O5 raised to 1 വരുള്ളൂ. സെക്കൻഡ് ഓർഡർ 2NO2 gives 2NO plus O2.
തേർഡ് ഓർഡർ 2NO plus O2 gives 2NO2. Then fractional order എക്സാമ്പിൾ ആണ് H2 plus Br2 gives 2HBr. ഇത് വരുന്നത് R equal to K into H2 raised to 1 into Br2 raised to 1/2 ആണ്. സോ 1 plus 1/2 3/2 ആണ് അതിന്റെ ഓർഡർ വരുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പൊ ഇങ്ങനെയാണ് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്, അതുപോലെ തന്നെ ഡിഫറെന്റ് എക്സാമ്പിൾ ഫോർ ഡിഫറെന്റ് ഓർഡർ റിയാക്ഷൻ. ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നതാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞ ടോപ്പിക്കില് ഏറ്റവും കൂടുതൽ എക്സാമിന് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കാണുന്ന ഒരു ചോദ്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. അപ്പൊ ആ 4 പോയിന്റ് നമുക്ക് എടുത്തിട്ട് ടേബിൾ കണക്ക് എഴുതാൻ വേണ്ടിയിട്ട് കഴിയണം. ഇനി നമ്മൾ പറയുന്ന ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇതൊക്കെ നോൺ ഫോക്കസ് ഏരിയയിലുള്ള ചോദ്യങ്ങളാണ്. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, സർട്ടൻ റിയാക്ഷൻസ് വിച്ച് ആർ അപ്പിയർ ടു ബി ഹയർ ഓർഡർ. കാണുമ്പോൾ വിചാരിക്കും ഹയർ ഓർഡർ ആണെന്ന് വിചാരിക്കും, ബട്ട് ആക്ച്വലി ഇറ്റ് ഫോളോസ് ലോവർ ഓർഡർ കൈനറ്റിക്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. ആക്ച്വലി അത് ഫസ്റ്റ് ഓർഡർ ആയിരിക്കും, പക്ഷെ നമുക്ക് തോന്നുമ്പോൾ ഇക്വേഷൻ കാണുമ്പോൾ അതിൽ ഹയർ ഓർഡർ ആണെന്ന് വിചാരിക്കുന്ന റിയാക്ഷൻ ആണ് സ്യൂഡോ, മീൻസ് ഫോൾസ് എന്നാണ് അർത്ഥം. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയും. എക്സാമ്പിൾ 2 എണ്ണമാണ്. ഒന്ന് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ആൻഡ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ അത് ഓർഗാനിക്കലി നിങ്ങൾ ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. അതേപോലെ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ ബയോമോളിക്യൂൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അതിന്റെ ഇക്വേഷൻസ് അവിടെയുണ്ട്. അപ്പോൾ ഈ 2 പോയിന്റ് എക്സാമ്പിൾ അടക്കം അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ ഓർമ്മിക്കണം. Next topic is integrated rate equation for zero order and first order. എന്താണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ? ഡെറിവേഷൻ ആണ് വേണ്ടത്. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. എങ്ങനെയാണ് ഡെറിവേഷൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹാഫ് ലൈഫ് പീരീഡിന്റെ ഡെറിവേഷൻ എന്താണ്, ആ ഡെറിവേഷൻ പൂർണ്ണമായിട്ടും മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ അവസാനവും അത് കൊടുക്കാം. അപ്പോൾ നിങ്ങളത് പൂർണ്ണമായിട്ടും കാണുക. നമ്മൾ അതിന്റെ ഇക്വേഷൻ മാത്രമാണ് പറയുന്നത്. ഡെറിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ T equal to നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ, ഇറ്റ് ഇസ് എ ടൈം റിക്വയർഡ് ഫോർ ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇൻ ടു ഫൈനൽ കോൺസെൻട്രേഷൻ. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടിന് നമ്മൾ R0 എടുക്കുന്നു, ഫൈനൽ കോൺസെൻട്രേഷൻ R ആണ് എടുക്കുന്നത്. അപ്പൊ R0 R ആയി മാറാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ നമ്മൾ റിയാക്ഷൻ തുടങ്ങുമ്പോൾ റിയാക്ടിന് 100 ഗ്രാം ഉണ്ടായിട്ടുള്ളതെങ്കിൽ ആഫ്റ്റർ എ പെർട്ടിക്കുലർ ടൈം അത് 80 ഗ്രാം ആയി. അപ്പൊ ആ ടൈമാണ് നമ്മൾ ഈ ഡെറിവേഷൻ വഴി ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ വഴി കണ്ടുപിടിക്കുന്നത്. ഒപ്പം തന്നെ പകുതി ആവാൻ വേണ്ട സമയവും കണ്ടുപിടിക്കുന്നു. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഈസ് റിഡ്യൂസ്ഡ് ഇൻ ടു ഹാഫ്. R0 എന്ന് പറയുന്ന വാല്യൂ R0/2 ആവാൻ എത്ര സമയം എടുക്കുന്നു, അതിനാണ് T ഹാഫ് എന്ന് പറയുന്നത്, ഹാഫ് ലൈഫ് പീരീഡ്. അപ്പൊ ഇക്വേഷൻ ഓർമ്മിക്കുക, T equal to R0 minus R/K, K is a rate constant, or K equal to R0 minus R/T. അതേപോലെ തന്നെ T ഹാഫ് കാണാൻ സീറോ ഓർഡറിന്റെ കേസിൽ T ഹാഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R0 ആണ്. ദാറ്റ് ഈസ് T ഹാഫ് equal to R0/2K. ഇതിൽ ഇക്വേഷൻ മാത്രമാണ് ചോദിക്കുക, ഡെറിവേഷനോ ഇക്വേഷനോ പ്രോബ്ലംസ് അതിനകത്ത് വരുന്നില്ല. പക്ഷെ ഫസ്റ്റ് ഓർഡറിന്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. അപ്പോ അതിന്റെ ഇക്വേഷൻ ഇതാണ്. T equal to ഡെറിവേഷൻ ഞാൻ പറഞ്ഞു, നേരത്തെ വീഡിയോ കാണണം. T equal to 2.303/K log R0/R. R0 is the final initial concentration, R is the final concentration. LOG log ആണ്. Then or K equal to 2.303/T log R0/R. അതിന് T half കാണാൻ ഇക്വേഷൻ, T half equal to 0.693/K. That is, in the case of first order reaction, T half is independent of initial concentration എന്നാണ്. ഇതിൽ R0ന്റെ വാല്യൂ ഇല്ല, ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ വല്ല എങ്ങനെയാ വെച്ചാൽ T കാണേണ്ട ക്വസ്റ്റ്യൻ ആയിരിക്കും. T equal to R0 തന്നിട്ടുണ്ടാവും, R തന്നിട്ടുണ്ടാവും. T കാണേണ്ട ക്വസ്റ്റ്യൻ പക്ഷെ K തന്നിട്ടുണ്ടാവില്ല. അപ്പൊ K ഇവിടുന്ന് കാണുന്ന T ഹാഫ് തന്നിട്ടുണ്ടാവും. അപ്പൊ T ഹാഫ് ഈക്വൽ ടു 0.693/K ആണെങ്കിൽ K ഈക്വൽ ടു 0.693/T ഹാഫ് ആണ്. അപ്പൊ ആ K അവിടുന്ന് കാണുക, എന്നിട്ട് അത് ആ K ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം T കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ നോട്ട്ബുക്കിൽ ഉണ്ടാവും. അപ്പൊ അത് ചെയ്ത് പഠിക്കണം, ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ. അപ്പൊ ഇത്രയാണ് കോൺസെൻട്രേഷൻ എഫക്ട് എന്താണ് എന്ന് നമ്മൾ പറയുന്നത്. The next topic is the effect of temperature on rate of reaction. ഒരു റിയാക്ഷന്റെ റേറ്റ് ടെമ്പറേച്ചറിനെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? That can be explained by
Arrhenius equation. Arrhenius equation വെച്ചിട്ടാണ് ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് Arrhenius equation? മാത്രമല്ല ടെമ്പറേച്ചർ നമുക്കറിയാം, ടെമ്പറേച്ചർ കൂടുമ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്ത് നമുക്കറിയാം. അത് മാത്രമല്ല ഫോർ എവറി 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഓൾമോസ്റ്റ് ഡബിൾഡ് എന്ന് നമ്മൾ പറയുന്നത്. 10 ഡിഗ്രി അല്ലെങ്കിൽ 10 കെൽവിൻ നമ്മൾ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് ഡബിൾ ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ ഇവിടെ പഠിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് കോൾഡ് Arrhenius equation. അപ്പോൾ റൈറ്റ് Arrhenius equation and explain the terms എന്നുള്ളത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ദാറ്റ് ഈസ് K equal to ഫോക്കസ് ഏരിയയിലും കൂടി ഉള്ള ടോപ്പിക് ആണ്, ശ്രദ്ധിക്കണം. K equal to A e raised to minus EA by RT, where K is the rate constant, A is the Arrhenius constant or Arrhenius parameter, is exponential ആണ്. EA an important term, activation energy, capital E and small letter a, EA activation energy, R universal gas constant and T is the temperature. ഇനി അതിന്റെ ലോഗരിതമിക് ഫോം ആണ് ചോദിക്കുന്നതെങ്കിൽ log K equal to log A minus EA by 2.03 RT. ഇത് കോമൺ ലോഗരിതം ആയതുകൊണ്ടാണ് 2.03 RT വരുന്നത്. This equation is in the form of y equal to mx plus C. X ഇവിടെ 1/t ആണ്. നമ്മൾ ഇവിടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. log K വേഴ്സസ് 1/t, ഒരു സ്ലോപ്പ് കിട്ടുന്നു. സ്ലോപ്പ് ഈക്വൽ ടു മൈനസ് EA by 2.03 R. അത് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്, പ്രോബ്ലം ചോദിക്കുന്നതാണ്. സ്ലോപ്പ് ഈക്വൽ ടു മൈനസ് EA by 2.03 R ആണെങ്കിൽ EA ഈക്വൽ ടു മൈനസ് സ്ലോപ്പ് ഇൻറ്റു 2.03 R. അപ്പോൾ ചിലപ്പോൾ ആക്ടിവേഷൻ സ്ലോപ്പ് തന്നിട്ട് ആക്ടിവേഷൻ എനർജി കാണാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ വന്നാൽ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. അതിന്റെ ക്വസ്റ്റ്യൻസും ടെക്സ്റ്റിലുണ്ട്. ഇനി അറ്റ് 2 ഡിഫറെന്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ ആക്ടിവേഷൻ എനർജി എങ്ങനെയാണ് കാണുക? വെരി ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്. പരീക്ഷയ്ക്ക് നേരത്തെ വന്ന പലതവണ വന്നതാണ്. നോൺ ഫോക്കസ് ഏരിയ ഇവിടെ ഫോക്കസ് ഏരിയ തന്നെ വരുന്ന ഒരു ടോപ്പിക് ആണ്. അപ്പോൾ ഇത് പഠിക്കണം. ഇതിന്റെ ക്വസ്റ്റ്യൻസ് T1 T2 K1 K2 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേ വേണ്ടു. ദാറ്റ് ഈസ് EA equal to 2.03 R T1 T2 divided by T2 minus T1 log K2 by K1. ടെമ്പറേച്ചർ T1 ആകുമ്പോൾ K1 ആണ് റേറ്റ് കോൺസ്റ്റന്റ്, ടെമ്പറേച്ചർ T2 K2 ആണ് റേറ്റ് കോൺസ്റ്റന്റ്. അപ്പൊ ഇതാണ് ആക്ടിവേഷൻ എനർജി അറ്റ് 2 ഡിഫറെന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റേറ്റ് ഓഫ് റിയാക്ഷൻ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ 2 തിയറീസ്. ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് 2 തിയറിയാണ് യൂസ് ചെയ്യുക. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി ആൻഡ് സെക്കൻഡ് തിയറി ഈസ് കോൾഡ് കൊളീഷൻ തിയറി. TST എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറിയാണ്. ദെൻ സെക്കൻഡ് തിയറി കൊളീഷൻ തിയറി. ആദ്യം ഞാൻ പറയുന്നത് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറിയാണ്. ഇവിടെ പറയുന്നത് ഫോർ എവരി കെമിക്കൽ റിയാക്ഷൻ, ഫോർ എക്സാമ്പിൾ A plus B gives C, എയും ബിയുമാണ് റിയാക്ടന്റ് എങ്കിൽ A B കമ്പൈൻ ചെയ്ത് C ഉണ്ടാവുന്നു. റിയാക്ടന്റ് കൂടി ചേർന്നിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നതിനിടയിൽ ഉണ്ടാവുന്ന ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിനെയാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഇൻ ബിറ്റ്വീൻ റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ്. റിയാക്ടന്റും പ്രൊഡക്റ്റിനും ഇടയിലുള്ള ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റിനെയാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എല്ലാ റിയാക്ടന്റും പ്രൊഡക്റ്റ് ആവുന്നതിനിടയിൽ ഹൈലി അൺസ്റ്റേബിൾ എന്ന് പറയുമ്പോൾ അതിന് എനർജി ഹൈ ആയിരിക്കും. അതിനെയാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് അതിനെ വിളിക്കാം. അപ്പോൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വെച്ചിട്ടാണ് ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സോ ഇവിടെ എനർജി വേഴ്സസ് പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ on the x axis and y axis നമ്മൾ എനർജി. സോ എനർജി ഓഫ് റിയാക്ടന്റ് ഇവിടെയാണ്. ഇത് കൂടി വന്നിട്ട് മാക്സിമം എനർജി എത്തും. ആ എനർജിനെയാണ് ഇവിടെയാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എനർജിനാ ത്രഷോൾഡ് എനർജി എന്നാണ് പറയാ. പിന്നെ എനർജി റെഡ്യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റിന്റെ എനർജിയിലേക്ക് എത്തും. ഇനി നോക്ക്, ദ ഡിഫറൻസ് ഈ ഡിഫറൻസിനെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ET ആൻഡ് ERനെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയാം. ET മൈനസ് ERനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയും, EA എന്ന് പറയാം. അപ്പൊ ആക്ടിവേഷൻ എനർജി ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ത്രഷോൾഡ് എനർജി ആൻഡ് എനർജി ഓഫ് റിയാക്ടന്റ്. ഇതാണ് നോർമൽ ടെമ്പറേച്ചറിൽ നടക്കുന്ന റിയാക്ഷൻ. അറ്റ് ഓർഡിനറി ടെമ്പറേച്ചർ നടക്കുന്ന റിയാക്ഷൻ.
ഇനി നോക്ക്, നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്, നോക്ക് ഈ ഗ്രാഫ് ഇങ്ങനെ മാറും. ഡോട്ടർ ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. ER ഉം EPയും സെയിം ആണ്, പക്ഷെ ഇവിടെ ആക്ടിവേഷൻ എനർജി കുറഞ്ഞു. ദ റിയാക്ടന്റ് മോളിക്യൂൾ ക്യാൻ സെലക്ട് എ ന്യൂ റിയാക്ഷൻ പാത്ത്. റിയാക്ടന്റ് മോളിക്യൂൾ പുതിയൊരു പാത്ത് സെലക്ട് ചെയ്യുന്നു. അവിടെ ആക്ടിവേഷൻ എനർജി കുറവാണ്. ആക്ടിവേഷൻ എനർജി കുറഞ്ഞാൽ പെട്ടെന്ന് പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇവിടെ ഒറ്റ പോയിന്റ് ആണ്. ഇത് ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈ ടെമ്പറേച്ചർ ആണ് ഡോട്ടർ ലൈൻ. ഇത് ഇത് ഹൈ ടെമ്പറേച്ചർ ആണ്, ഇത് ഓർഡിനറി ടെമ്പറേച്ചർ ആണ്. ഇതേ കൺസെപ്റ്റ് തന്നെയാണ്. അതായത് പോയിന്റ് ഇത്രയേ ഉള്ളൂ. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ് ബിക്കോസ് ദ റിയാക്ടന്റ് മോളിക്യൂൾ ക്യാൻ സെലക്ട് എ ന്യൂ റിയാക്ഷൻ പാത്ത് ഇൻ വിച്ച് ദ ആക്ടിവേഷൻ എനർജി ഈസ് ലെസ്, അല്ലെങ്കിൽ ആക്ടിവേഷൻ എനർജി ഡിക്രീസസ് എന്നുള്ള ഒറ്റ പോയിന്റ് നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് തന്നെയാണ് ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് ഇതേ ഗ്രാഫ് തന്നെ. ഇവിടെ നമ്മൾ ആദ്യത്തത് വിത്തൗട്ട് കാറ്റലിസ്റ്റ് ആണ്, ഡോട്ടർ ലൈനുള്ളത് വിത്ത് കാറ്റലിസ്റ്റ് ആണ്. സെയിം ഗ്രാഫ് വെച്ചിട്ടാണ്, ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി വെച്ചിട്ടാണ് അതും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി ദാറ്റ് ഈസ് കോൾഡ് കൊളീഷൻ തിയറി. കൊളീഷൻ തിയറി പറയുന്നത് എന്താ? റിയാക്ടന്റ് മോളിക്യൂള് കൊളൈഡ് ചെയ്തിട്ടാണ്, സൈമുൾട്ടേനിയസ് ഇഫക്റ്റീവ് കൊളീഷൻ നടത്തിയിട്ടാണ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത് എന്നതാണ് ഈ കൊളീഷൻ തിയറിയിൽ പറയുന്നത്. അപ്പൊ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ദ റിയാക്ടന്റ് മോളിക്യൂൾ മസ്റ്റ് ഹാവ് മിനിമം എനർജി ഫോർ ദ കൊളീഷൻ. അതിനാണ് ത്രെഷോൾഡ് എനർജി എന്ന് പറയാം. അപ്പൊ കൊളീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി, ഇഫക്റ്റീവ് കൊളീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് റിയാക്ടന്റ് മോളിക്യൂളിന് ആവശ്യമുള്ള എനർജിയാണ് അവിടെ ത്രെഷോൾഡ് എനർജി നമ്മുടെ കൊളീഷൻ തിയറിയിൽ. അതോടൊപ്പം തന്നെ ദ റിയാക്ടന്റ് മോളിക്യൂൾസ് ആർ ഇൻ പ്രോപ്പർ ഓറിയന്റേഷൻ. അതായത് ഓറിയന്റേഷൻ, അലൈൻമെന്റ് ഓഫ് ദ റിയാക്ടന്റ് മോളിക്യൂൾസ് ആർ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ആ കൊളീഷൻ നടക്കൂലൂ എന്നുള്ള രണ്ട് കൺസെപ്റ്റ് ഓർമ്മിക്കണം. ഒന്ന്, മിനിമം എനർജി ആവശ്യമുണ്ട്, പ്രോപ്പർ ഓറിയന്റേഷനും ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ ടേക്ക് പാർട്ട് ഇൻ ദ റിയാക്ഷൻ വേഴ്സസ് കൈനറ്റിക് എനർജി പ്ലോട്ട് ചെയ്താൽ ഇത് നമ്മൾ അറ്റ് ടെമ്പറേച്ചർ T ആണ്. ഇപ്പം ഇതാണ് നമ്മുടെ മിനിമം എനർജി. അപ്പൊ ഈ ഗ്രാഫിന്റെ ഈ അണ്ടറിൽ വരുന്ന ഏരിയ ആണ്. ഇത്രയും ഫ്രാക്ഷൻ ആണ് കൊളീഷനിൽ പങ്കെടുക്കാം. ദ ഫ്രാക്ഷൻ വിച്ച് ടേക്ക് പാർട്ട് ഇൻ ദ കൊളീഷൻ ഈസ് കോൾഡ് കൊളീഷൻ ഫ്രീക്വൻസി നമുക്ക് പറയാം. ഇതിനാ കൊളീഷൻ ഫ്രീക്വൻസി. ഇവിടെ എത്തിയതിനു ശേഷം പ്രൊഡക്റ്റ് ഉണ്ടാവും. ഇനി അറ്റ് ടെമ്പറേച്ചർ T+10 ആണെങ്കിൽ 10 ഡിഗ്രി അല്ലെങ്കിൽ 10 കെൽവിൻ കൂട്ടിയാൽ ഗ്രാഫ് ഇങ്ങനെ വരും. അപ്പൊ ഏരിയ നിങ്ങൾ നോക്കുക. ഈ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ ടേക്ക് പാർട്ട് ഇൻ ദ കൊളീഷൻ ഏരിയ ഈസ് ഡബിൾഡ്. അപ്പൊ ഈ ഏരിയ കൊളീഷനിൽ പങ്കെടുക്കുന്ന മോളിക്യൂളിന്റെ എണ്ണം ഡബിൾ ചെയ്താൽ റേറ്റും ഡബിൾ ആവുമല്ലോ. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ദാറ്റ് ഈസ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഫോർ എവറി 10 ഡിഗ്രി ഓർ 10 കെൽവിൻ റൈസ് ഇൻ ടെമ്പറേച്ചർ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഡബിൾഡ് എന്ന് പറയുന്നത് ഈ ഗ്രാഫ് വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാം. ദാറ്റ് ഈസ് കൊളീഷൻ ഫ്രീക്വൻസി ഈസ് ഡബിൾഡ് എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ ടേക്ക് പാർട്ട് ഇൻ ദ കൊളീഷൻ ഈസ് ഡബിൾഡ്. അങ്ങനെയാണ് നമ്മൾ ഈ രണ്ട് തിയറിയും, ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറിയും കൊളീഷൻ തിയറിയും ടെമ്പറേച്ചറിന്റെ എഫക്റ്റിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോൺ ഫോക്കസ് ഏരിയയിലുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് പറയുന്നത് ഓർഡർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ബൈ ഇനീഷ്യൽ റേറ്റ് മെത്തേഡ് എന്നതാണ് അടുത്ത ടോപ്പിക്. ഈ ടോപ്പിക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ബിഹൈൻഡ് ദ ക്വസ്റ്റ്യൻ ആഫ്റ്റർ ദി ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ടോപ്പിക് ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ അതുപോലെ വരികയാണെങ്കിൽ ചെയ്യാൻ പറ്റണം. എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന 3 മാർക്കിന്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് ഈ കൈനറ്റിക്സിലെ ഓർഡർ ഡിറ്റർമിനേഷൻ ബൈ ഇനീഷ്യൽ റേറ്റ് മെത്തേഡ് എന്നുള്ളത്. അതായത് നിങ്ങൾക്കൊരു ഇക്വേഷൻ തരും. നമ്മൾ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഓർഡറിന്റെ പോയിന്റിൽ ഓർഡർ ഈസ് എൻ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സ്പെരിമെന്റ് ചെയ്തപ്പോ കിട്ടിയ കോൺസെൻട്രേഷൻ, നമ്മൾ എടുത്തിട്ടുള്ള കോൺസെൻട്രേഷനും കിട്ടിയ റേറ്റും ഇവിടെ നിങ്ങൾക്ക് ഒരു ടേബിൾ ആയിട്ട് തന്നിട്ടുണ്ട്. എക്സ്പെരിമെന്റ്, കോൺസെൻട്രേഷൻ ഓഫ് എ, കോൺസെൻട്രേഷൻ ഓഫ് ബി, ഇനീഷ്യൽ റേറ്റും ഓരോ എക്സ്പെരിമെന്റിലും തന്നിട്ടുണ്ട്. ഇവിടെ 2a + b gives c + d. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇത് സിമ്പിൾ റിയാക്ഷൻ ആണോ കോംപ്ലക്സ് റിയാക്ഷൻ ആണോ നമുക്ക് അറിയില്ല. അപ്പം ഇവിടെ എയുടെ പവർ 2 ബിയുടെ പവർ 1 തന്നെ വരണമെന്നില്ല. നമ്മൾ എക്സും വൈയും വെച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? R = k × a raised to x × b raised to y ആണെന്ന് നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ തന്ന 4 ഇക്വേഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഒന്നാമത്തെ R എത്രയാ? റേറ്റ് ഇതാ 6 × 10⁻³ = k × a. കോൺസെൻട്രേഷൻ ഓഫ് a അപ്പൊ 0.1 ആണ്. 0.1 raised to x × 0.1 raised to y. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇനി 7.2 രണ്ടാമത്തെ റേറ്റ് നോക്ക്. 7.2 × 10⁻² = k × 0.3 raised to x × 0.2 raised to y. അപ്പൊ നമ്മൾ അവിടെ ഇക്വേഷൻ
ഇക്വേഷൻ 2 എന്ന് വിളിച്ചു. അങ്ങനെ 3, 4 ഇങ്ങനെ നമ്മൾ 4 ഇക്വേഷൻ നമ്മൾ എഴുതി. എന്നിട്ട് ഏതെങ്കിലും 2 ഇക്വേഷൻ, 4 ഇക്വേഷൻ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, ഏതെങ്കിലും 2 ഇക്വേഷൻ ഡിവൈഡ് ചെയ്താൽ എക്സ് ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ തന്നെ ഏതെങ്കിലും 2 ഇക്വേഷൻ ഡിവൈഡ് വൈ ക്യാൻസൽ ചെയ്ത് പോകും. നോക്കാം, നമുക്ക് ഇക്വേഷൻ 4/1 എടുത്താല് y സെയിം ഉണ്ട് അതില്. അപ്പൊ y 0.1 y 0.1 കെയും ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് x = 1 എന്ന് നമുക്ക് അവിടെ കിട്ടും 4/1 ചെയ്താൽ. അതേപോലെ 3/2 ചെയ്താല് എക്സും ക്യാൻസൽ ആവും. നമുക്ക് 0.3x 0.3x കെയും ക്യാൻസൽ ആവും. അപ്പൊ y = 2 എന്ന് നമുക്ക് അവിടെ കിട്ടും. ഇങ്ങനെ എക്സിന്റെയും വൈന്റെയും വാല്യൂ. അപ്പൊ നിങ്ങൾ നോക്കുക, എക്സിന്റെ അടുത്ത് 1 ആ ഉള്ളത്, പവർ എയുടെ പവർ അല്ല, അത് എയുടെ ഇവിടെ 2a ആ ഉള്ളത്. അപ്പൊ ഓർമ്മിക്കണം, x = 1 y = 2 ആണ് നമുക്ക് കിട്ടിയിനി. ഓർഡർ n = 1 + 2 = 3 എന്ന് നമുക്ക് കിട്ടി. ഇനി k യുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാം. നോക്ക്, k യുടെ വാല്യൂ ഇക്വേഷൻ 1 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 6 × 10⁻³ = k × 0.1/1 x = 1 ആണ്. 0.1/2 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ k കിട്ടും. k = 6. പിന്നെ ഓർഡർ 3 ആയതുകൊണ്ട് യൂണിറ്റ് നേരത്തെ പറഞ്ഞല്ലോ, തേർഡ് ഓർഡർ ആണ്. തേർഡ് ഓർഡർ ആണെങ്കിൽ mol⁻², ലിറ്റർ², സെക്കൻഡ് ഇൻവേഴ്സ്. ഇങ്ങനെ റേറ്റ് കോൺസ്റ്റന്റോ റേറ്റ് ഓർഡറോ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇനീഷ്യൽ റേറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഓർഡർ ഡിറ്റർമിനേഷൻ എന്ന ടോപ്പിക്കാണ് ഇത് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇത്രയുമാണ് മാക്സിമം പോയിന്റ്സ് ഈ ചാപ്റ്ററിന്. ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രൂപത്തിലാണ് ക്ലാസ് ഡിസ്കസ് ചെയ്തത്. കുറച്ച് സ്പീഡിൽ പറഞ്ഞു, കാരണം റിവിഷൻ ക്ലാസ്സുകൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് പറഞ്ഞു പോകേണ്ടി വരും. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ടോപ്പിക് അല്ല ഇത്. അപ്പം കേട്ട ടോപ്പിക് ഒന്നുകൂടി ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ക്ലാസ് കൊണ്ട്, ഈ അവസാന മൊമെന്റിലെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണുക. നിങ്ങൾക്ക് വിഷമം തോന്നിയ ടോപ്പിക്കുകൾ ഒന്നുകൂടി കാണുക. അപ്പൊ ഫുൾ മാർക്കും സ്കോർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ക്ലാസ് ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത ചാപ്റ്ററിൽ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും കിട്ടാനുള്ള എല്ലാ ആശംസകളും നേരുന്നു.